ഏറ്റവും പുറകെ ഇരിക്കുന്ന ആൾക്കൊരു ഡൗട്ട് ചോദിക്കണം. ടീച്ചറിനെ മൈക്കുള്ളൂ, ഇവൻ അവിടെ ഇരുന്ന് ഡൗട്ട് ചോദിച്ചാൽ ഇങ്ങേറ്റത്ത് കേൾക്കും എന്നുള്ള സംശയമാണ്. ഇപ്പോൾ സ്കില്ലാബുള്ള കോളേജുകൾ വളരെ കുറവാണ്. അപ്പോൾ അത് ഫ്രണ്ട്സിനെ പരിചയമുണ്ട്, അവരോട് ചോദിക്കുക, നിങ്ങളെ ഇതിൻ്റെ അകത്ത് വല്ലതും കയറ്റാറുണ്ടോ, പണി പഠിപ്പിക്കാറുണ്ടോ, അതെയോ കാണിക്കാറേ ഉള്ളോ. അഡ്മിഷൻ എടുക്കാൻ പോകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാസ് റൂം കയറി ചെക്ക് ചെയ്ത് നോക്ക്. ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ, ഇവരെവിടെയാണ് ഇരുത്തുന്നത്, അല്ല അത്രയും ടീച്ചേഴ്സ് ഉണ്ടോ. അതൊക്കെ ഈ സമ്മർ ബദലഹേമിലെ ജയറാമിൻ്റെ ഒരു ആടുഭവം കാണിക്കുന്നുണ്ട്, ബോർഡുണ്ട്, അകത്തോട്ട് കയറിയ ഒന്നുമില്ല. സർ, എൻ്റെ ഡൗട്ട്, നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കൂടുതലായി ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, കേരളത്തില് ബ്രൈറ്റ് ആയിട്ടുള്ള പിള്ളേർക്കെല്ലാം അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഇൻകേസ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ പല റീസൺ കാരണം കിട്ടിയില്ലെങ്കിൽ കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലാണ്, കർണാടകയിലെ ബാംഗ്ലൂരാണ്. എന്തുകൊണ്ടാണത്? എന്തൊക്കെയാണ് അവിടെ ഫെസിലിറ്റീസ് കൂടുതലുള്ളത്? ഇപ്പം ഞാനതൊന്ന് ഇന്റർഫിയർ ചെയ്യുവാണ്. ഇപ്പം കർണാടക മാത്രമല്ല, തെലങ്കാനയുണ്ട്, തമിഴ്നാടുണ്ട്, ബോംബെ ഉണ്ട്, കൽക്കട്ട, ഡൽഹി, അങ്ങനെയുള്ളിടത്തെല്ലാം ഇഷ്ടംപോലെ നഴ്സിംഗ് കോളേജ് ഉണ്ട്. ബട്ട് ജീന പറഞ്ഞതുപോലെ തന്നെ എന്നാലും ഒരു മജോറിറ്റി ആൾക്കാർ മൂവ് ചെയ്യുന്നൊരു സ്ഥലം കർണാടകയാണ്. കർണാടകത്തിൽ ബാംഗ്ലൂരുമാണ്. ഒന്നാമത്തെ കാരണം അത് നമ്മുടെ ഒരു നെയ്ബറിങ് സ്റ്റേറ്റ് ആണ്. പിന്നെ യാത്രാ സൗകര്യങ്ങൾ ഒത്തിരിയുണ്ട്, ബസ് സർവീസ്, ഫ്ലൈറ്റ് അങ്ങനെ അധികം പോകാറില്ല. എന്നാലും പറയുമ്പോൾ പിന്നെ ട്രെയിനുണ്ട്, വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ഒത്തിരി പ്ലസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ധാരാളം മലയാളികളുള്ള ഏരിയയും കൂടിയാണ് ബാംഗ്ലൂർ. അപ്പം അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വെച്ചിട്ട് ഒത്തിരി പേര് ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്. സോ ഇറ്റ്സ് പിന്നെ പണ്ട് തൊട്ട് ഒരു എഡ്യൂക്കേഷണൽ സിറ്റി ആയിട്ടാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. അതായത് ഏകദേശം ഒരു 95 തൊട്ട് കേരളത്തിൽ നിന്ന് 95 അല്ല, ഈവൻ ബിഫോർ ദാറ്റ് നഴ്സിങ്ങിന് മാത്രമല്ല, എഞ്ചിനീയറിങ്ങിനായാലും മെഡിസിനായാലും ബാക്കിയുള്ള ഒത്തിരി അലൈഡ് ഹെൽത്ത് സയൻസിലായാലും ഇവിടുന്ന് ഒരു ഗുഡ് ഇൻഫ്ലക്സ് ഓഫ് സ്റ്റുഡൻസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ഒത്തിരി നല്ല സ്ഥാപനങ്ങളും ഉണ്ട്. ഓക്കെ സർ, അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ആസ് എ പേരൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് ഞാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾ തൊട്ട് അതൊന്ന് സാറിന് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? അഡ്മിഷന് മെയിനായിട്ട് 3 കാര്യം നോക്കിയാൽ മതി. ഒന്ന്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INCT ഉണ്ടോ എന്ന് നോക്കുക. 2, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അല്ല, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, RGHS എന്ന് പറയും, അതിൻ്റെ അംഗീകാരമുണ്ടോ. 3, അവിടുത്തെ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ. ഇനി ചിലയിടത്ത് RGHSൻ്റെ ആവശ്യമില്ല, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് അവർ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിരിക്കും. സോ അവർക്ക് തന്നെ കോഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പം സർ, മെഡിക്കൽ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതാണോ നല്ലത്, അതെയോ ബാംഗ്ലൂരിൽ ധാരാളം പ്രൈവറ്റ് കോളേജസ് ഉണ്ടെന്ന് കേട്ടു, അപ്പം ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ? ഓക്കെ, അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ ആണ്. മെഡിക്കൽ കോളേജ് എന്ന് ഉദ്ദേശിച്ചത് പ്രൈവറ്റിലും ഉണ്ട്, ഗവൺമെൻറ്റിലും ഉണ്ട്. ഇപ്പം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കഴിഞ്ഞ വർഷം തൊട്ടൊരു പുതിയ നിയമം വന്ന അനുസരിച്ച് അവിടെ ഇപ്പം BSc നഴ്സിങ്ങിന് ഒരു 250 സീറ്റ് വരെ ഒരു ക്ലാസ്സിൽ, അതായത് ഒരു സെമസ്റ്ററിന് പെർമിറ്റഡ് ആണ്. അപ്പം 250 പിള്ളേരിരിക്കുന്ന ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പം ജീനയ്ക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ജീന ഒരു നേഴ്സാണ്. അന്നത്തെ കാലത്ത് 40 അല്ല 60 ആയിരിക്കും സ്ട്രെങ്ത്. അത്രയും പേരെ ഒരു ടീച്ചർ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര എളുപ്പമുള്ളല്ലോ. ബിക്കോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ബിമലുമായിട്ട് ഇത് വീഡിയോയിൽ ബിമല് പ്രത്യേകം പറയുന്നുണ്ട്, ഈ പിള്ളേരെ മോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ഇതൊരു ആർട്സ് കോളേജ് അല്ല, ഇതൊരു പ്രൊഫഷണൽ കോളേജാണ്. അപ്പോൾ ആ മോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു 250 പിള്ളേരുടെ ഒരു ക്ലാസ് വരുമ്പം ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ 3 ഡിവൈഡ് ചെയ്യുന്നു, അല്ല 2 ഡിവൈഡ് ചെയ്യുന്നു. ബട്ട് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ക്ലാസ് ലീഡർ അല്ല, ഒരു ക്ലാസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരാളെ കാണത്തുള്ളൂ. ആ ഒരു കോർഡിനേറ്റർക്ക് ഒരു 250 പിള്ളേരെ എങ്ങനെ മോൾഡ് ചെയ്യുക എന്നുള്ളത്, നെപ്പോളിയൻ്റെ ഒരു വാക്കുണ്ട്, ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ല. പക്ഷേ ഇവിടെ ചിലപ്പോൾ ആ വാക്കൊക്കെ നമുക്ക് എടുത്തിടേണ്ടി വരും. അതെനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമാണെന്നത്. ബട്ട് ഞാനതിനെതിരല്ല, പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതൊരു പ്രാക്ടിക്കലി നല്ലൊരു ചിന്തയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേറെ സ്റ്റുഡൻസ് ഉള്ള മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവർക്ക് അതിന് മാത്രം സ്റ്റുഡൻസിന് പോസ്റ്റിംഗ് കൊടുക്കാനുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അതുള്ളതുകൊണ്ടാണ് അവർക്ക് അംഗീകാരം ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഡിഫിക്കൽട്ട് ടു ആൻസർ ആണ്. പക്ഷേ ക്ലാസ് റൂം ഉള്ള ഒരു 250 പേര് ഒരു വലിയ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ടീച്ചർ എന്തൊക്കെയാലും ഒരു സൗണ്ട് സിസ്റ്റം വെച്ചൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. പുറകിലിരുന്ന് 250 ആൾ ഉറങ്ങിയാലോ അല്ല അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നാലും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും പുറകെ ഇരിക്കുന്ന ആൾക്കൊരു ഡൗട്ട് ചോദിക്കണം, ടീച്ചറിനെ മൈക്കുള്ളൂ, ഇവൻ അവിടെ ഇരുന്ന് ഡൗട്ട് ചോദിച്ചാൽ ഇങ്ങേറ്റത്ത് കേൾക്കും എന്നുള്ള സംശയമാണ്. ഇനി അങ്ങനെയല്ല, അത്രയ്ക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എവിടെ നിന്ന് കയറി ഡൗട്ട് ചോദിച്ചാലും കേൾക്കാൻ പറ്റുന്ന അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ പേരൻസ് നിങ്ങളൊരു അഡ്മിഷൻ എടുക്കാൻ പോകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാസ് റൂം കയറി ചെക്ക് ചെയ്ത് നോക്ക്. ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ, ഇവരെവിടെയാണ് ഇരുത്തുന്നത്, അല്ല അത്രയും ടീച്ചേഴ്സ് ഉണ്ടോ, അതൊക്കെ അവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നോക്കാമല്ലോ.
ഫോട്ടോസ്, ഇമേജസ്. ഇപ്പം ഈ ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ സാർ, ഇതാണ് മെഡിക്കൽ കോളേജിനെ കുറിച്ച്. ഇതിന് അല്ലാതെ കോളേജസും ബാംഗ്ലൂരിലുണ്ടല്ലോ. ഉണ്ട്, ഇഷ്ടംപോലെ നല്ല നന്നായിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണ്? ആ കോളേജസിന് ഹോസ്പിറ്റൽസുമായിട്ട് അവർക്ക് ഓൺ ഹോസ്പിറ്റൽസ് ഉണ്ടോ, അതെയോ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റൽസുമായിട്ട് അപ്പോൾ ഇവർ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽസിന് കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒരു സിമുലേഷൻ ലാബ്, സ്കിൽ ലാബ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതെല്ലായിടത്തും അവൈലബിൾ ആണോ? അല്ലെങ്കിൽ നമുക്ക് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൊഫഷണലി ആണ് അവരെ ഒന്ന് മോൾഡ് ചെയ്താണ് ഇറക്കി വിടുന്നത്. ഒരു ബൈ എ നേഴ്സ്, ഒരു നേഴ്സ്, പ്രൊഫഷണലി ട്രെയിൻഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കി വിടുന്നു. അപ്പം അങ്ങനെ വിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ എല്ലാ ഫെസിലിറ്റി, എല്ലാ വിധത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷറും അവർക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയണേ, ഒരു നല്ലൊരു നേഴ്സായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് അല്ലാത്ത ഏതെങ്കിലും കോളേജുകളിൽ, ബാംഗ്ലൂരിലുള്ള കോളേജുകളിൽ അവൈലബിൾ ആണോ? അല്ല, അങ്ങനെ ഒത്തിരി കോളേജിൽ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പം ജീന പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇവർക്ക് ഇത്ര മണിക്കൂറാണ് ഈ കരിക്കുലത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇത്ര മണിക്കൂർ ക്ലിനിക്കൽ ഫെസിലിറ്റി കൊടുത്തിരിക്കും ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അത് മിക്ക കോളേജുകാരും അതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അസോസിയേഷൻ ഓഫ് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ട്രമൻഡസ് ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷേ എല്ലാ ഹോസ്പിറ്റൽസിനും അവർക്ക് സ്വന്തമായിട്ട് നേഴ്സിംഗ് സ്കൂളോ കോളേജോ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കോളേജിലെ പിള്ളേരായിരിക്കും അവിടെ പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ കമ്മിങ് ടു സ്കിൽ ലാബ് ഉള്ള കോളേജുകൾ വളരെ കുറവാണ്. അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റാണ്. ബിക്കോസ് ഒരു 10-20 വർഷം മുമ്പൊക്കെ നമുക്ക് ഈ പേഷ്യൻറ്റിന് തന്നെ പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് പഠിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ സേഫ്റ്റി പ്രോട്ടോക്കോളും ഈ ലോയും ഒക്കെ ഇച്ചിരി കൂടെ ഒരു ഹൈലി എംഫസൈസ് ആയതുകൊണ്ടും അതിൻ്റെ പേഷ്യൻസും അവരുടെ റിലേറ്റീവ്സും അവരുടെ റൈറ്റ്സിനെ പറ്റി കൂടുതൽ അവെയർ ആയതുകൊണ്ടും ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം ഹോസ്പിറ്റൽ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ദേഹത്ത് പണി പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനത് ഇച്ചിരി കൂടെ ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞതാണ്. ബട്ട് അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈവൻ ഇന്ത്യ മാത്രമല്ല, ലോകത്ത് മുഴുവനും എല്ലാ പ്രൊഫഷണൽ കോഴ്സിലും, അതായത് മെഡിക്കൽ പ്രൊഫഷണലിലും അവർ പേഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ചെയ്ത് പഠിച്ചിട്ടാണ് ഇവർ വലുതാണ്. ബട്ട് ഇറ്റ് ഈസ് എ കൺട്രോൾഡ് സൂപ്പർവൈസ്ഡ് എൻവയോൺമെൻറ്റ്. ബട്ട് ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഇത് ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് അവർ ഇച്ചിരിയുടെ ഒരു സിമുലേറ്റഡ് ലാബ്, ഞാനത് വെറും ലാബ് എന്ന് പറയത്തില്ല, ഇറ്റ് ഈസ് എ സിമുലേറ്റഡ് ലാബ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഒരു ട്രെയിനിങ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ വ്യത്യാസമുണ്ട്. ബട്ട് അത് എല്ലായിടത്തും ഒന്നും ഈ സിമുലേറ്റഡ് ലാബ് കാണത്തില്ല, ബിക്കോസ് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ ചില കോളേജുകാർ ആ സിമുലേറ്റഡ് ലാബ് ബാക്കിയുള്ള കോളേജിന് വേണ്ടി സ്പെയർ ഒക്കെ ചെയ്യാറുണ്ട്. അത് അവരുടെ ഒരു വില്ലിങ്നെസ് ആണ്, വെദർ ടു സ്പെയർ ഇറ്റ് ഓർ നോട്ട്. ചിലർ ചെയ്യത്തില്ല, അവരുടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കരിക്കുലം റിക്വയർമെന്റിൽ സ്കിൽ ലാബ് എന്ന് പറയുന്നതാണ് അവർ റിക്വയർമെന്റ് ഉണ്ട്. സിമുലേറ്റഡ് ലാബ് എന്ന് പറയുന്നത് ഒരു എൻ്റർലി കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്. അഡ്വാൻസ്ഡ് ലെവൽ. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെയാണ് ഈ ഓസ്കി കൺസെപ്റ്റ് ഒക്കെ കുറച്ചുകൂടെ വരുന്നത്. ഇപ്പം ഈ ബിമലും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നല്ലൊരു സിമുലേഷൻ ലാബ് എപ്പോഴും അതൊരു നീഡ് ഓഫ് ദ അവറാണ്. ഫൈൻ, ഓക്കെ, താങ്ക് യു സാർ. അതൊരു വലിയ സ്കിൽ ലാബിൽ നിന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് സിമുലേറ്റഡ് ലാബ് എന്ന് പറഞ്ഞു തന്നത് ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അതോടുകൂടി സാർ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ ഈ ബാംഗ്ലൂരിന് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആ ഒരു കോളേജിൻ്റെ ഒക്കെ ഒരു ഫീസ് സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ. ഐ മീൻ 4 വർഷത്തെ കോഴ്സാണ്, 6+ month ഇൻറ്റേൺഷിപ്പ്, അങ്ങനെ ഒരു അത്ര. അപ്പം നമുക്ക് എങ്ങനെ ഒരു ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു ഐഡിയ? എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും ഏകദേശം പറയുവാണെങ്കിൽ അത് ലക്ഷങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് അക്കോമഡേഷൻ വരുന്നുണ്ട്, ഫുഡ് വരുന്നുണ്ട്, പിന്നെ അവരുടെ ട്യൂഷൻ ഫീസ്, ദെൻ ബുക്സ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ചിലയിടത്ത് ഇത് ഇൻക്ലൂഡഡ് ആണ്, ചിലയിടത്ത് അത് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പം 8 to 15 lakhs അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോളേജ് വിച്ച് യു പ്രിഫർ. ചിലയിടത്ത് കൂടുതലാണ്, ചിലയിടത്ത് കുറവാണ്. ഇപ്പോൾ ചിലയിടത്ത് കൂടുതലാകുന്നതനുസരിച്ചുള്ള ഫെസിലിറ്റി അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കാണത്തുമില്ല. ഇനി കുറവുള്ളതുകൊണ്ട് ചിലപ്പം അവിടെ ആ ഒരു ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡ്സ് ചിലപ്പം കാണത്തില്ല. ഇതെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു എൻക്വയർ അബൌട്ട് ദ കോളേജ്. നല്ല ഗൂഗിൾ റിവ്യൂകൾ നോക്കുക ആ കോളേജിനെ പറ്റിയിട്ടുള്ള. പിന്നെ ചിലരൊക്കെ ഇപ്പം ഗൂഗിൾ റിവ്യൂവിലും പെയ്ഡായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് അത് അത്യാവശ്യം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വായിച്ച് നോക്കുമ്പോൾ അറിയാം അതെങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ സിമുലേഷൻ ലാബാണെങ്കിലും ഗൂഗിളിൽ സെർച്ച് നോക്കുക, ബെസ്റ്റ് സിമുലേഷൻ ലാബൊക്കെ സെർച്ച് നോക്കിയെന്ന് അറിയാം. ബാംഗ്ലൂർ ചില കോളേജിനുണ്ട്. പിന്നെ ചിലയിടത്ത് കണ്ടിരിക്കുന്നത് വെച്ചാൽ മെഡിക്കൽ കോളേജിന് സിമുലേഷൻ ലാബുണ്ട്, പക്ഷേ അവിടെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ കയറ്റത്തില്ല, അത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുന്നത്. പക്ഷേ അഡ്മിഷൻ ചെയ്യാൻ ചെല്ലുമ്പം കാണും ഇതെല്ലാമാണ് ഞങ്ങളുടെ സിമുലേഷൻ ലാബ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തള്ളൊക്കെ മറിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സ്റ്റുഡൻസിനെ പരിചയമുണ്ട്, അവരോട് ചോദിക്കുക, നിങ്ങളെ ഇതിൻ്റെ അകത്ത് വല്ലതും കയറ്റാറുണ്ടോ, പണി പഠിപ്പിക്കാറുണ്ടോ, അതെയോ കാണിക്കാറേ ഉള്ളോ. ഈ സമ്മറിൻ ബദ്ലഹേമിൽ ജയറാമിൻ്റെ ഒരു അനുഭവം കാണിക്കുന്നുണ്ട്, ബോർഡുണ്ട്, അകത്തോട്ട് കയറിയ ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. സാറിന് ഇപ്പം സാറ് പഠിച്ചത് ബാംഗ്ലൂരാണ്,
എക്സ്പീരിയൻസ് ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പോൾ ഇപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും കോളേജസ് സജസ്റ്റ് ചെയ്യാനോ? അല്ല, ഇപ്പം അങ്ങനെ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലം തൊട്ടേ പേരുള്ളതാണ്. ഇപ്പം ഞാൻ പഠിച്ച സമയത്ത് ആകപ്പാടെ ബാംഗ്ലൂർ 5 കോളേജേ ഉള്ളൂ. അതായത് ഒന്ന് സെൻറ്റ് ജോൺസ് ബാംഗ്ലൂർ എല്ലാവർക്കും അറിയാം, പിന്നെ അംബേദ്കർ ഉണ്ട്, രാമയ്യയിലാണ് ഞാൻ പഠിച്ചത്, MS രാമയ്യയിൽ, പിന്നെ വിക്ടോറിയ ഗവൺമെൻറ്. മാർത്താസും ഫിലോമിനാസും ഒന്നും ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജില്ല, അതൊക്കെ സ്കൂൾ ഓഫ് നഴ്സിംഗേ ഉള്ളൂ. പിന്നെ ഓക്സ്ഫോർഡിനുണ്ട്. ഈ 5 കോളേജേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പഠിക്കുന്ന സമയത്ത്. ബട്ട് ഇപ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, നല്ല നമ്മളൊരു എൻക്വയറി ചെയ്യുമ്പം സ്കിൽ ലാബ്, പിന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഡയറക്റ്റ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഫെസിലിറ്റി എന്നൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യമുണ്ട്. ഒരു ബാംഗ്ലൂർ വരെ പോകുന്നില്ലേ ഉള്ളൂ, പോയി നേരിട്ട് പോയി കാണുക. അതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നേരിട്ട് കാണുമ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം വരുമല്ലോ, ഡോക്ടേഴ്സ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡോക്ടേഴ്സിന്റെ സിമുലേഷൻ ലാബ് കാണിച്ചിട്ട് ഇതാണ് നഴ്സസിന്റെ എന്ന് പറഞ്ഞ് നമ്മളെ അവർ കാണിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇത് സിമുലേഷൻ ലാബുള്ള കോളേജുകൾ തപ്പിപ്പോട്ടെ, നഴ്സിംഗ് കോളേജുകൾ തപ്പിപ്പോട്ടെ. അപ്പം അങ്ങനെ ഉള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ അവർ അത്രയേറെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫീസ് വെൻ കമ്പയർ വിത്ത് കൂടാൻ സാധ്യതയില്ലേ? ഇതെല്ലാം അവർ പോയി ഒരു കോളേജിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം മറ്റിടത്തേക്കാളും കൂടുതലുണ്ടോ, ഇവിടെ എങ്ങനെയാണ്, നല്ല ക്ലാസ് റൂംസ് ആണോ, ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടോ, ഇതെല്ലാം അവർക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഒരു പേരൻറ്റോ അല്ലെങ്കിൽ റിലേറ്റീവോ അവരൊരു അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അവരെല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പം ജസ്റ്റ് ഒരു കോളേജ് ഉണ്ടോ, ക്യാമ്പസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈയിടെ ഞാൻ കേട്ടതാണ് ആ കോളേജ് DJ ഇല്ലാതുകൊണ്ട് എനിക്കൊരു അഡ്മിഷൻ വേണ്ട. ഇപ്പോഴത്തെ പിള്ളേരുടെ ചിന്താഗതിയാണ്. സോ വാട്ട് ഈസ് എ കണക്ഷൻ വിത്ത് DJ നഴ്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, പക്ഷേ റിലാക്സേഷനാണ്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഒരു എന്താ പറയുന്നത്, കോറിലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറം ഒന്നും പറ്റത്തില്ല. അപ്പം അതായത് ഒരു പ്രൊഫഷണൽ കോളേജ് പിള്ളേരെ മോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ് മോൾഡ് ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ ഒരു ആർട്സ് കോളേജിൻ്റെ രീതിയിലല്ല. ബട്ട് ഓക്കെ, നമ്മളും ഒരു ജെൻസിയുടെ ഒരു കൺസെപ്റ്റിനൊന്നും എതിരൊന്നും അല്ല. ഞങ്ങളുടെ എൻ്റെയൊക്കെ പിള്ളേരും ജെൻസികൾ തന്നെയാണ്. സോ വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ദം. ബട്ട് ഇതൊരു പ്രൊഫഷണലാണ്. ആ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന കോളേജുകൾ എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെയുള്ള കോളേജുകൾ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ.